എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇത് ഹിന്ദുവിലെ ഒന്നാമത്തെ പേജിൽ തന്നെയുള്ള മറാത്ത കോട്ട അൺകോൺസ്റ്റിറ്റ്യൂഷണൽ വയലേറ്റ്സ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന ഒരു ആർട്ടിക്കിളാണ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച ആർട്ടിക്കിളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനൊക്കെ മുൻപ് നമ്മൾ എന്താണ് മറാത്ത കോട്ട എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്തായിരുന്നു ഈ മറാത്ത കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, it's an initiative of Maharashtra government. എന്തായിരുന്നു ആ ഇനിഷ്യേറ്റീവ് എന്ന് പറയാം. അവിടെ മറാഠ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് എന്ത് നൽകാൻ വേണ്ടിയായിരുന്നു? റിസർവേഷൻ നൽകുക എന്നതായിരുന്നു ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് മഹാരാഷ്ട്ര ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യത്തെ MG ഗൈക്വാഡ് കമ്മീഷനെ മഹാരാഷ്ട്ര ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുകയും മഹാരാഷ്ട്ര ഗവൺമെന്റ് അത് ഏകദേശം 16% റിസർവേഷൻ മറാഠ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് നൽകുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ റിസർവേഷൻ നൽകിയത്? 16% എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പബ്ലിക് എംപ്ലോയ്മെന്റിലേക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലികൾക്കും വേണ്ടിയിട്ട് എന്ത് നൽകിയിട്ടുണ്ട്? ഒരു റിസർവേഷൻ നൽകുകയാണ് ചെയ്തത്. ഇത് എന്താണ് സംഭവിക്കുക? വിച്ച് വയലേറ്റ്സ് ദ ക്യാപ്പ് ഓഫ് 50% ഓഫ് റിസർവേഷൻ. 50% മുകളിലേക്ക് ഈ റിസർവേഷൻ നൽകുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ 50% എന്ന ക്യാപ്പിനെ ഒഴിവാക്കിക്കൊണ്ട് അഡീഷണൽ ആയിട്ട് ഒരു 16% എഡ്യൂക്കേഷനിലേക്കും പബ്ലിക് എംപ്ലോയ്മെന്റിലേക്കും റിസർവേഷൻ നൽകുന്ന ഒരു ആക്ടിനായിരുന്നു മഹാരാഷ്ട്ര ഗവൺമെന്റ് MG ഗൈക്വാഡ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം സാധ്യതയുണ്ടായത്. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? മഹാരാഷ്ട്ര സ്റ്റേറ്റ് റിസർവേഷൻ ഫോർ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട് 2018 പാസ്സാക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു ആക്ട് ഉണ്ടാക്കിയപ്പോൾ ഏകദേശം 16%, അതായത് 50% എന്ന ക്യാപ്പിനെ മറികടന്നുകൊണ്ട് 50% എന്ന ക്യാപ്പിനെ മറികടന്നുകൊണ്ട് മഹാരാഷ്ട്ര ഗവൺമെന്റ് ഈ ഒരു റിസർവേഷൻ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ഈ ഒരു സാധ്യത 2019 തന്നെ എന്ത് ചെയ്തു? ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു. ഈ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ ഒരു സാധ്യതയെ, ഈ ഒരു നിയമത്തിനെ സാധൂകരിക്കുകയും 12% റിസർവേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷന് വേണ്ടിയും 13% ആർക്കാണ്? പബ്ലിക് എംപ്ലോയ്മെന്റിലേക്കും എന്താണ്? റിസർവേഷൻ നൽകുന്നതിനെ സാധൂകരിച്ചുകൊണ്ട് ഹൈക്കോടതി വിധിയുണ്ടായി. എഗെയിൻ ഈ സുപ്രീം കോടതിയിൽ ഈ വിധിക്കെതിരെ ഉള്ള അപ്പീലുകൾ നൽകപ്പെട്ടു. ഈ അപ്പീലുകൾ നൽകപ്പെട്ടപ്പോൾ സുപ്രീം കോടതി ഇതിനെ റെഫറൻസ് കേസായിട്ട് എടുത്തത് ഇന്ദിരാ സോണി കേസ് ആയിരുന്നു. എന്താണ് ഇന്ദിരാ സോണി കേസ് എന്ന് നമുക്ക് പരിശോധിക്കാം. 1979 മൊറാർജി ദേശായി ഗവൺമെന്റ് ആർട്ടിക്കിൾ 340 പ്രകാരം BP മണ്ഡലിനെ എന്താണ് രാജ്യത്തെ സോഷ്യലി ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സുകളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ, BP മണ്ഡൽ കമ്മീഷൻ എന്നൊരു കമ്മീഷനെ നിയമിച്ചു. 1980 BP മണ്ഡൽ കമ്മീഷൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. അതിൽ ഏകദേശം 3743 തരത്തിലുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അറൌണ്ട് 52% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ. 52% പോപ്പുലേഷൻ ഉണ്ടായിരുന്നു ഏകദേശം ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ, എക്സെപ്റ്റ് SCയും STയും ഒഴികെയുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഈ ഒരു സാധ്യതയെ മുന്നോട്ട് വെച്ചത്. പക്ഷെ 1980 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ഒരു തീരുമാനവും എടുത്തിരുന്നില്ല. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം 1990 VP സിംഗ് ഗവൺമെന്റ് ഏകദേശം 27% റിസർവേഷൻ ആർക്ക് നൽകാൻ തീരുമാനിച്ചു? ഈ ഗവൺമെന്റ് ജോബിൽ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് 27% റിസർവേഷൻ നൽകാൻ തീരുമാനിച്ചു. എന്നാൽ 1991 എത്തിയപ്പോൾ PV നരസിംഹറാവു ഇതിന് പ്രധാനപ്പെട്ട 2 ചേഞ്ചുകൾ കൊണ്ടുവരാൻ തീരുമാനമാക്കി. അതായത് പ്രിഫറൻസ് ആർക്ക്, അതായത് ഈ SC BC അല്ലെങ്കിൽ OBCയിലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളിൽ പൂവർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് പ്രിഫറൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് എന്ന് ഒന്നുകൂടെ പറയാം. 1991 PV നരസിംഹറാവു 27% കോട്ടയ്ക്കകത്ത് നിന്ന് ഒരു പൂവർ സെക്ഷന് വേണ്ടി അഡീഷണൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ ഒരു തീരുമാനമായിരുന്നു
എന്താ റിസർവേഷൻ ഫോർ അനദർ 10% ഓഫ് ജോബ്സ് ഫോർ പുവർ ഇൻ ദ എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അതായത് മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാരായിട്ടുള്ള 10% റിസർവേഷൻ അവർക്ക്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള സംവരണം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു സാധ്യതയെ കൊണ്ടെത്തിച്ചു. അതായത് മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% റിസർവേഷൻ നൽകുക എന്ന ഒരു തീരുമാനം കൊണ്ടുവന്നു. അതിനുശേഷം 1992 ഫേമസ് മണ്ഡൽ കമ്മീഷൻ കേസ് അല്ലെങ്കിൽ ഇന്ദിരാ സോണി കേസിൽ എന്തായിരുന്നു, ആർട്ടിക്കിൾ 16 ക്ലോസ് 4 വാസ് thoroughly examined by സുപ്രീം കോടതി. അതായത് ആർട്ടിക്കിൾ 16 ക്ലിയർ ആയിട്ട് എക്സാമിൻ ചെയ്യുകയും സുപ്രീം കോടതി ഈ 10% ഉള്ള അഡീഷണൽ 10% റിസർവേഷൻ എന്ന ഒരു സാഹചര്യം, അതായത് മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്കുള്ള റിസർവേഷൻ സാധ്യതകളെ എടുത്തു കളയുകയും ചെയ്തു. പക്ഷെ എന്നാൽ എന്താണ്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള 27% റിസർവേഷനെ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിന് വേണ്ടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് 4 പോയിന്റുകളാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. അതായത് അഡ്വാൻസ് സെക്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട് OBC ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. അതായത് OBC കാറ്റഗറിയിലുള്ള പൂറർ സെക്ഷനിൽ പ്രയോറിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുന്ന നടപടി ഒഴിവാക്കണം. രണ്ടാമത്തെ പോയിന്റ്, നോ റിസർവേഷൻ ഓൺ പ്രൊമോഷൻ. നോ റിസർവേഷൻ ഫോർ പ്രൊമോഷൻ. അതായത് പ്രൊമോഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല, നോ റിസർവേഷൻ ഫോർ പ്രൊമോഷൻ. പ്രൊമോഷനിൽ ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല, റിസർവേഷൻസ് കൊടുക്കാൻ പാടില്ല. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നു 50% എന്ന ഒരു ക്യാപ്പ് എപ്പോഴും എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം എന്ന ഒരു സാധ്യത കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു. അതിനൊപ്പം തന്നെ ഒരു പെർമനന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഷുഡ് ബി അപ്പോയിന്റഡ്. അതിന്റെ ബേസിക്കിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലവിൽ വരികയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ്, ഇന്ദിരാ സോണി കേസിലെ 4 പോയിന്റുകളാണ്. അതായത് അഡ്വാൻസ് സെക്ഷൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു സാധ്യത, അതായത് OBCയിൽ തന്നെയുള്ള പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്ന സാധ്യത എടുത്തു കളയണം. 2, പ്രൊമോഷനിൽ എന്തുണ്ടാവാൻ പാടില്ല, റിസർവേഷൻ ഉണ്ടാവാൻ പാടില്ല. 3, 50% എന്ന ഒരു കണ്ടീഷൻ ഷുഡ് നോട്ട് ബി വയലേറ്റഡ്. 4ാമത്തെ ഒരു കാര്യമാണ് പറഞ്ഞത്, പെർമനന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള നടപടികൾ ക്രമങ്ങളിലേക്ക് ഇന്ദിരാ സോണി കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയായിട്ട് മുന്നോട്ട് പോയി. ഇതിനകത്ത് നമ്മളെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സുപ്രീം കോടതി ഈ ഒരു കേസ് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ മറാഠകൾക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ഒരു 16% റിസർവേഷൻ കൊണ്ടുവരുന്നു. അതിനെ ഹൈക്കോടതി എന്ത് ചെയ്തു, അതിനെ റെഡ്യൂസ് ചെയ്ത് 12%ഉം 13%ഉം ആക്കി മാറ്റി. 12% എഡ്യൂക്കേഷനിലേക്കും 13% എന്താണ്, നമ്മൾ പബ്ലിക് എംപ്ലോയ്മെന്റുകളിലേക്കും അതായത് ഗവൺമെന്റ് ജോബിലേക്കും നൽകുന്ന ഒരു സാധ്യതയുണ്ടാക്കി മാറ്റി. പക്ഷെ എന്താണ്, സുപ്രീം കോടതി ഈ ഒരു സാഹചര്യം ഇന്ദിരാ സോണി കേസിന് ജഡ്ജ്മെന്റിന് വിപരീതമാണ് എന്ന് പറയുകയും ആ ഒരു സാഹചര്യം എടുത്തു കളയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ആരാണ് ഇനി മുതൽ ഈ ഒരു തരത്തിൽ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ആരാണ് എന്ന തീരുമാനമെടുക്കുന്നത് ആരായിരിക്കും എന്നതാണ് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇൻ ദി സെക്കൻഡ് ലിംപ് ഓഫ് ജഡ്ജ്മെന്റ് ഹൗവർ മേ കോസ് പൊളിറ്റിക്കൽ കൺസേൺ, the court categorical refusal to reconsider 50% limit set down by verdict in Indira Soni 1992 may threaten the continuance of different kinds of reservation in state. അതായത് നമ്മുടെ കേരള ഗവൺമെന്റ് ആണെങ്കിലും ശരി, ആന്ധ്ര ഗവൺമെന്റ് ആണെങ്കിലും കർണാടക മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണെങ്കിലും ശരി, തമിഴ്നാട് ഗവൺമെന്റ് ആണെങ്കിലും ശരി, പലപ്പോഴും ഈ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുമുള്ള ഈ 50% എന്ന ഒരു ക്യാപ്പിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 102ാമത് ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. അതിനുശേഷം എന്താണ് 342 ക്ലോസ് എ എന്നൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു സാധ്യതയെ ഇൻസേർട്ട് ചെയ്തു. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ രാജ്യത്തിന് ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കും. എന്തായിരിക്കും, പൊളിറ്റിക്കലി ബാക്ക്വേർഡ് ആൻഡ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസിന്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അതോറിറ്റിയിൽ ആയിരിക്കും ഉണ്ടാവുക. അതായത് സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനമെടുക്കുക ആരുടെ അധികാരപ്രകാരം, ആരുടെ ഉപദേശപ്രകാരം
നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ ഉപദേശപ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇനി മുതൽ ഈ ലിസ്റ്റിംഗ് തീരുമാനിക്കുക. ഇതിലേക്ക് വേണ്ടുന്ന ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക എന്നത് മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. States can opine on inclusion or exclusion of certain classes or certain community from this listing. ഇത് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയാനുള്ള അല്ലെങ്കിൽ അഭിപ്രായം കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു സാധ്യത മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഉണ്ടാവുക. പകരം എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നൽകുന്ന ഉപദേശപ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു സാധ്യത ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ഫൈനൽ ലിസ്റ്റിങ്ങിനെ വാലിഡേറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ആയിരിക്കും. അതായത് മറ്റൊരു സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനോ അനുസരിച്ച് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിക്വയർമെന്റിനനുസരിച്ച് പുതിയ ലിസ്റ്റുകൾ ആഡ് ചെയ്യാനോ എടുത്തു കളയുവാനോ ഉള്ള അവകാശം ആർക്കില്ല, സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. പലപ്പോഴും ഒരു ആക്ഷേപമായിട്ട് വന്നത് രാജ്യത്തിന്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കും എന്ന ഒരു സാധ്യതകളൊക്കെയാണ് ചിന്തിക്കപ്പെടുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമല്ല പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് എന്താണ് ഒരു മേജർ സ്റ്റേക്ക് ഉണ്ട് ഈ ലിസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത്. പക്ഷെ ഇതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്? ഈ ഒരു തരത്തിലുള്ള ലിസ്റ്റുകൾ പുനഃക്രമീകരിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പാർലമെന്ററി ആക്ഷൻ പ്രകാരം മാത്രമാണ് സാധിക്കുക. ഇതിനെ വാലിഡേറ്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇതിനകത്ത് നമുക്ക് മറ്റൊരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഒരു സ്റ്റേറ്റുകൾക്കും, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? സ്റ്റേറ്റുകൾക്കും സെൻട്രൽ ഗവൺമെന്റിനും വെവ്വേറെ ലിസ്റ്റിംഗ് ഉണ്ടാവുന്നത്. പക്ഷേ there will be only a single list of socially and educationally backward classes with respect to each state and union territory notified by the President of India. അതായത് രാഷ്ട്രപതിയുടെ തീരുമാനം അല്ലെങ്കിൽ രാഷ്ട്രപതി നോട്ടിഫൈ ചെയ്യുന്നത് പോലെ ഒരു സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കോ അവരുടേതായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാവില്ല. ഒരു സെൻട്രലൈസ്ഡ് ലിസ്റ്റുകൾ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ എന്താണ് അവിടെ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതാണ്. State can only make a recommendation for inclusion or exclusion with any subsequent changes to be made only by Parliament. അത്തരത്തിലുള്ള ഏതൊരു മാറ്റങ്ങൾക്കും ആർക്കാണ്? പാർലമെന്റിന് മാത്രമാണ് അധികാരം ഉണ്ടാവുക. ഇതൊക്കെയാണ് ഈ ഒരു സാധ്യതകൾക്ക് വേണ്ടിയിട്ട് ഒരു കൺഫ്യൂഷനുകളെ ഒഴിവാക്കിക്കൊണ്ട് 342A ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് സുപ്രീം കോടതിയുടെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ആയിട്ട് നമുക്കിതിനെ ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെയാണ് നമുക്കറിയാം മറാത്ത കോട്ട അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീം കോർട്ട് വെർഡിക്റ്റ് എന്താണ്? നമുക്ക് പലപ്പോഴും മഹാരാഷ്ട്ര ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ് ഹാവ് ക്രോസ്ഡ് ദ റുബിക്കോൺ ആൻഡ് പാസ്ഡ് ദ ലോസ് വിച്ച് അലൗ റിസർവേഷൻ ഷൂട്ടിംഗ് ഓവർ 60%. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല. പകരം എന്താണ്? ഇന്ദിരാ സോണി കേസിൽ ജഡ്ജ്മെന്റ് ഹാഡ് കാറ്റഗറിലി സെയ്ഡ് 50% shall be the rule only in certain exceptional and extraordinary situation for bringing far-flung and remote areas population into mainstream, and said 50% the rule can be relaxed. അതായത് ഇന്ദിരാ സോണി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയായിരുന്നു 50% എന്ന ഒരു ക്യാപ്പ് നിങ്ങൾ ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്സെപ്ഷണൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ 50% എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വയലേറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ കാരണം എന്തായിരിക്കണം? ഏതെങ്കിലും തരത്തിലുള്ള റിമോട്ട് ഏരിയ പോപ്പുലേഷൻ ഇൻ ടു മെയിൻ സ്ട്രീം, അതായത് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കലിയോ എഡ്യൂക്കേഷനിലെയോ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ അത്രയധികം മുന്നോട്ടോ കൊണ്ടുവരണമെങ്കിൽ അതിനുവേണ്ടി മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 50% റൂള് റിലാക്സ് ചെയ്യാം എന്ന ഒരു ഇന്ദിരാ സോണി ജഡ്ജ്മെന്റിനെ അപ്ഹെൽഡ് ചെയ്യുകയാണ് ഈ തരത്തിൽ ഇപ്രാവശ്യത്തെ മഹാരാഷ്ട്ര കേസുമായിട്ട് അല്ലെങ്കിൽ മറാഠ കോട്ട കേസുമായിട്ട് ഉള്ള സുപ്രീം കോടതിയുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അടുത്തത് കുറച്ച് പ്രിലിംസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തേത്, കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഓൺ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ചോദ്യമാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇസ് ആൻ ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ്
യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഇലക്ഷൻ പ്രോസസ് ഇൻ ഇന്ത്യ. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്നറിയാം. നമുക്കറിയാം 1950 തൊട്ട് 1989 വരെയുള്ള കാലഘട്ടം വരെ എന്താണ് ഒരു സിംഗിൾ മെമ്പർ ബോഡിയായിരുന്നു 1989 വരെ. അതിനുശേഷം എന്താണ് ഒരു സെൻട്രൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും ഇലക്ഷൻ കമ്മീഷണേഴ്സുമുള്ള ഒരു 3 അംഗ ബോഡിയായിട്ട് മാറി നമുക്കറിയാം. അത് എന്താണ് ചെയ്യുക, സ്റ്റേറ്റിലെയും സെൻട്രൽ ഗവൺമെന്റിലെ പാർലമെന്റിലെ ലോക്സഭ, രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇൻ ഇന്ത്യ ആൻഡ് ഓഫീസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇൻ ദ കൺട്രി, ഇത്രയും മേഖലകളിലേക്ക് എന്ത് ചെയ്യുന്നതാണ്, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിർവഹിച്ചിരിക്കുന്നത്. 3, the election commission was established in accordance with the constitution on 25th day of January 1950. Article 324 to 329 of the constitution deals with powers, function, tenure, eligibility, etc. for the commission and the member. ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി is the right answer. അടുത്ത, which of the following was upheld by Supreme Court of India in Indira Soni versus Union of India cases? അതല്ലെങ്കിൽ BP മണ്ഡൽ കേസ് എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇക്കണോമിക് റിസർവേഷൻ ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ഫോർ പ്രൊവൈഡിംഗ് റിസർവേഷൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു എക്കണോമിക് റിസർവേഷൻ എന്താവാൻ പാടില്ല. ഈ ഇക്കണോമിക് റിസർവേഷൻ ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ഫോർ പ്രൊവൈഡിംഗ് റിസർവേഷൻ. പകരം എന്താണ്, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ആണ് എവിടെ ഉണ്ടാവേണ്ടത്, ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റിസർവേഷൻ ക്യാൻ ബി പ്രൊവൈഡഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് നോട്ട് അറ്റ് ദ ടൈം ഓഫ് പ്രൊമോഷൻ. അപ്പം എന്താണ് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു റിസർവേഷൻ നിങ്ങൾക്ക് നൽകാം. എപ്പോഴാണ് നൽകാൻ പറ്റുക? അറ്റ് ദ ടൈം ഓഫ് റിക്രൂട്ട്മെന്റ്, നോട്ട് അറ്റ് ദ ടൈം ഓഫ് പ്രൊമോഷൻ. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റിസർവേഷൻ cannot be exceeded 50% under any circumstances as it was needed to ensure efficiency in administration. മൂന്നാമത്തെ കേസ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്ന ഈ ഒരു അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒരു വാക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് റിസർവേഷൻ cannot be exceeded 50% അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് അല്ല, ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിൽ ഈ 50% എന്ന ഒരു ക്യാപ്പ് നമുക്ക് ഓവർകം ചെയ്യാമെന്ന് ഇന്ദിരാ സോണി കേസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഈസ് നോട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഉത്തരം എന്താണ് ശരി? ഓപ്ഷൻ എ, ഓൺലി 1 and 2 ഈസ് ദ റൈറ്റ് ആൻസേഴ്സ്. അപ്പം ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ദിരാ സോണി കേസിലെ ഈ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ദ അഡ്വാൻസ് സെക്ഷൻസ് ഓഫ്, ഒന്നാമത്തെ ഒരു ഉപദേശമായിരുന്നു. എന്തായിരുന്നു? ഒന്ന്, OBCയിലെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ പ്രയോറിറ്റൈസേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. 2, പ്രൊമോഷനിൽ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, റിസർവേഷൻ നൽകാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ് 50% ഷുഡ് നോട്ട് ബി വയലേറ്റഡ് and you can violate the 50% if it is required a kind of extraordinary situation arises. നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഒരു പെർമനന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ടാവണം, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അത് പിൽക്കാലത്ത് നമ്മൾ എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് മാറിയിട്ടുമുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു അന്നത്തെ ഇന്ദിരാ സോണി കേസിന്റെ ഒരു ജഡ്ജ്മെന്റിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 102 സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഡെൽറ്റ് വിത്ത് ഇതിൽ ഏതൊക്കെയാണ്, ഏത് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് 102ാമത് ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ പോയിന്റ് വിഡ്രോവൽ ഓഫ് പൊളിറ്റിക്കൽ റിസർവേഷൻ ഇൻ ഫേവർ ഓഫ് ആംഗ്ലോ ഇന്ത്യൻസ്. അത് 104ാമത് ഭരണഘടനാ ഭേദഗതിയായിരുന്നു. ഈ 104ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം SC or ST കമ്മ്യൂണിറ്റിക്ക് വരുന്ന ഒരു 10 വർഷത്തേക്ക് കൂടി റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് വിഡ്രോവൽ ഓഫ് പൊളിറ്റിക്കൽ റിസർവേഷൻ ഇൻ ഫേവർ ഓഫ് ആംഗ്ലോ ഇന്ത്യൻസ് ഡൺ ഇൻ ദ 104th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലാണ് ഈ 104ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ പൊളിറ്റിക്കൽ റിസർവേഷൻ ആരുടെ മാറ്റിയത്, ആംഗ്ലോ ഇന്ത്യൻസിന്റെ പൊളിറ്റിക്കൽ റിസർവേഷൻ എടുത്തു കളഞ്ഞത്. ഏത് ആർട്ടിക്കിൾ പ്രകാരം, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് പ്രകാരമായിരുന്നു? 104ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമായിരുന്നു. അപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യങ്ങൾ ചിന്തിക്കണം. 104ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിന്റെ പൊളിറ്റിക്കൽ റിസർവേഷൻ വരുന്ന ഒരു 10 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ചെയ്യാതിരുന്ന ആരുടെയാണ്? ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷൻ ആണ് എടുത്തു മാറ്റിയത്. അടുത്തത് 10% ഓഫ് റിസർവേഷൻ ഇൻ ഗവൺമെന്റ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ
ഇൻ ദ അൺറിസർവ്ഡ് ഫോർവേഡ് കാസ്റ്റ് കാറ്റഗറി. അതിന് മാറ്റിയത് ഏത് പ്രകാരമായിരുന്നു? 103ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമായിരുന്നു. GST ഇൻക്ലൂഡ് ചെയ്തത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തത് 101ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമായിരുന്നു. അപ്പോൾ 102ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രൊവൈഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. NCBCക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകിയ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 102ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അടുത്തത് കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ഓപ്പൺ ഡിസ്കഷൻ പേജിൽ CT സ്കാൻ ഫോർ കോവിഡ് മെറിറ്റ്സ് എ വേർഡ് ഓഫ് കോഷൻ എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതിന് പ്രകാരമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ മാത്രമാണിത്. ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഒന്ന്, MRI ഓർ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് use radio waves and CT computed tomography scans uses X-rays. The CT scan can spot blood clots while X-rays cannot. The statement number option C, both 1 and 2 are right answers. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില MCQ ക്വസ്റ്റ്യൻസുകളും അല്ലെങ്കിൽ പ്രിലിംസ് ഫാക്റ്റുകളും ഇതൊക്കെയാണ്. ഇന്നത്തെ പത്രത്തിലെ ഈ പ്രധാനപ്പെട്ട ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ലെങ്കിൽ മറാഠ കേസ് ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിലോ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. താങ്ക് യു.